അക്ഷരങ്ങളുടെ നഗരമായ കോട്ടയത്താണ് വോട്ട് വൈബ് ഇന്നുള്ളത്. പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ എന്ന് പറഞ്ഞ അതിന്റെ ഉപജ്ഞാതാവായിരുന്ന ചാവറച്ചന്റെ സ്വന്തം സ്ഥലത്ത് മാന്നാനംകുന്നിലെ കെ കോളേജിലെ ക്യാമ്പസ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, എങ്ങനെയാണ് അവർ ഉറ്റുനോക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് വോട്ട് വൈബ്. സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്യാമ്പസിലെ കെ കോളേജിലെ ഈ മിടുക്കന്മാരും മിടുക്കികളും ഒപ്പം അധ്യാപകരും ഉണ്ട്. ഇവരെന്തൊക്കെയാണ് ഈ ഇലക്ഷനെ പറ്റി നോക്കുന്നത്, ഉറ്റുനോക്കുന്നത് നോക്കാം. നമുക്ക് ഇടത്തോട്ട് വലത്തോട്ട് എങ്ങോട്ട് വേണം? വലത്തോട്ട് പോവാ അല്ല ആദ്യം. അപ്പൊ എങ്ങനെയുണ്ട് ഇലക്ഷനൊക്കെ? എന്തായി? ആലോചിച്ചതാ, പേടിക്കണ്ട. ചെറുതായിട്ട് ആലോചിച്ചു. എന്തായി? ഇലക്ഷനെ വോട്ട് ചെയ്യണം. എത്രാമത്തെ വോട്ടാ? എന്റെ ആദ്യത്തെ വോട്ട്. കന്നി വോട്ടാണ്. സ്റ്റാറ്റസ് ഇടണ്ടേ? സ്റ്റോറി ഇടണം. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്? എങ്ങനെയുണ്ട്? ഈ ഏറ്റുമാനൂർ മണ്ഡലം അല്ലേ ഇത്? പേരെന്താ? എന്റെ പേര് അനന്തു. അനന്തുവിന്റെ മണ്ഡലം ഏതാ? ഉടുമ്പുചോലയാണ്. ഇടുക്കിയിൽ എങ്ങനെയുണ്ട് മത്സരം? ഇടുക്കിയില് ടൈറ്റ് മത്സരമായിരിക്കും. ആണോ? ആരാ അവിടുത്തെ എം എൽ എ? ഇപ്പത്തെ അവിടുത്തെ എം എൽ എ ഇപ്പം പോട്ടെ. കുഴപ്പമില്ല, ഞാൻ ചുറ്റും ആലോചിക്കാൻ സമയം തരാം. പേര്? എന്റെ പേര് ഗൗതം. ഗൗതം ഏതാ മണ്ഡലം? ഏറ്റുമാനൂർ മണ്ഡലം. ഇപ്പൊ ഈ കോളേജ് ഇരിക്കുന്ന മണ്ഡലം തന്നെയാണ്. ഏറ്റുമാനൂർ മണ്ഡലത്തിന്റെ വൈബ് പറയുകയാണെങ്കിൽ അപ്പോൾ ഗൗതം പറയും. ഗൗതം എങ്ങനെയുണ്ട് വൈബ്? മത്സരം നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടാണ് ഇവിടെ പോണേ. നമുക്ക് തിരിച്ച് നമ്മള് കുറെ വർഷങ്ങളായിട്ട് ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് തിരിച്ച് ഞാൻ ഒരു KSUവിനെ പ്രതിനിധിക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പൊ നമ്മള് തിരിച്ച് കോൺഗ്രസിന് ഭരണം. അപ്പൊ ക്യാമ്പസിലെ KSU നേതാവാണ്. KSU-ആയിട്ട് ഇരട്ടപ്പേര് പോലും ഉണ്ടോ? ഇരട്ടപ്പേരൊന്നുമില്ല. ഇല്ല. ഓക്കെ, ശരി. നമുക്ക് തിരിച്ച് ഭരണം അവരുടെ കയ്യിൽ നിന്ന് വേണം. കാരണം ഈ ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് ഇവിടെ എന്ത് വികസനമാണ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് അടുത്ത നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്ന് നമുക്ക് വികസനം കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ സ്ഥാനാർത്ഥി നാട്ടം സുരേഷ് അല്ലേ? ടൈറ്റ് ആയിരിക്കും. മിനിസ്റ്റർ വാസവന് ശക്തനായിട്ട് എതിരാളിയാണ്. ഉറപ്പായിട്ട്. ഓക്കെ. ഇതിനകത്ത് SFI-ക്കാരാരോ ഉള്ളേ? അതെ. ഓക്കെ. അങ്ങനെയാ ഈ നാട്ടം സുരേഷ് വാസവൻ പോരാട്ടം എങ്ങനെ കാണുന്നു? ഈ മണ്ഡലമാണോ വോട്ട്? കോട്ടയം മണ്ഡലമാണ്. ഓക്കെ, കുഴപ്പമില്ല. തൊട്ടടുത്ത മണ്ഡലം അല്ലേ? അറിയാലോ. അപ്പൊ പറയും. എങ്ങനെയുണ്ട്? വാസവൻ ചേട്ടൻ ജയിക്കുവോ? ഉറപ്പാണ്. എന്ത് വികസനമാണ് അവർ ചോദിച്ചതാണ്? എന്ത് വികസനമാണ് വാസവൻ ചേട്ടൻ ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നുള്ളതാണ് ആ ചോദ്യം. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഇരിക്കുന്ന ഒരാൾ ചോദിക്കുമ്പോ അത് തികച്ചും ഒരു പൊളിറ്റിക്കൽ വ്യൂ ആയിട്ട് അതിനെ ഞാൻ കാണുന്നുള്ളൂ. അതിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടേ കാണുന്നുള്ളൂ. അല്ലാതെ ഇല്ലാത്ത കാര്യം, വികസനം ഇല്ലാത്തൊരു മണ്ഡലമായി ഏറ്റുമാനൂരിനെ ഞാൻ കാണുന്നില്ല. പ്രകടമായി പറയാൻ പറ്റുന്ന എന്താ ഉള്ളത് വികസനത്തിൽ? പ്രകടമായി പറയാൻ പറ്റാത്ത എന്താണോ? അതാണ് പ്രകടമായി പറയാൻ പറ്റാത്ത എന്താ ഉള്ളത്? അതാ ഞങ്ങൾക്ക് പറയേണ്ടത്. എന്താണ് വികസനം ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഉള്ള കാര്യം എനിക്ക് പറയാൻ പറ്റും. എന്താണില്ല? അത് റോഡാണോ, വിദ്യാഭ്യാസമാണോ? ഞാൻ പറയാം. ഇപ്പൊ അവരുടെ പ്രകടന പത്രികയിൽ അവര് 4800 കോടിയുടെ വികസനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4800 കോടി, 48 കോടിയല്ല, 450 കോടിയല്ല, 4800. ഇവരുടെ ഭരണം വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കോടിക്കൊന്നും കണക്കില്ല എന്നുള്ള സാധനം വന്നത്. കാരണം മറ്റേ അവിടുന്ന് ബാങ്കിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് 10,000 കോടി കടമെടുത്തു, 20,000 കോടി കടമെടുത്തു. അപ്പോൾ കോടി എന്ന് പറഞ്ഞ സാധനം എന്റെയൊക്കെ ചിന്താഗതിയിൽ പണ്ട് കോടി എന്ന് 1 കോടി എന്ന് വലിയ സംഭവം. ഇത് 1000 കോടി പ്രശ്നമല്ലാതെ. അപ്പൊ ഈ 4000 കോടി പ്രശ്നങ്ങളായി. അത് അവരത്രയും കോടി എന്ന് പറഞ്ഞ ഒരു വിലയില്ലാതെ. അപ്പൊ 4800 കോടിയുടെ വികസനം എന്ന് പറയുമ്പോൾ 4800 കാണിക്കാൻ വേണ്ടിയുള്ള വികസനങ്ങൾ വേണം. ഇവരുടെ പത്രികയ്ക്കകത്ത് ഞാൻ വായിച്ച കാര്യങ്ങളാണ്. മെഡിക്കൽ കോളേജ് പണിതു വാസവൻ. അപ്പൊ ആരോഗ്യവകുപ്പിന് എന്താ പരിപാടി? ആരോഗ്യവകുപ്പല്ലേ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. വാസവന്റെ പത്രികയിൽ വെച്ചേക്കുന്ന കാര്യങ്ങളാണ് മെഡിക്കൽ കോളേജിൽ. അതാണ്. പക്ഷെ ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വരുന്ന സംഭവമാണ് മെഡിക്കൽ കോളേജ്. മൊത്തത്തിലുള്ള കാര്യം മണ്ഡലത്തിന്റെ വികസനത്തെ ആ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിക്ക് പിന്നെ എഴുതാൻ പാടില്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഒരു സംഭവം വികസനമായിട്ട് മാറ്റാൻ പറ്റുമോ? മെഡിക്കൽ കോളേജ് വികസനമായിട്ട് പറയാൻ പറ്റുമോ? മെഡിക്കൽ കോളേജ് വികസനമായി പറയാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറയാൻ പറ്റും. മെഡിക്കൽ കോളേജിലെ ഞാൻ മെഡിക്കൽ കോളേജിൽ ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് എന്ത് മാറ്റമുള്ള ഇപ്പൊ മാറ്റം എന്ന് പറഞ്ഞാൽ പുതിയൊരു സർജറി ബ്ലോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് യൂണിറ്റ്. കേരളത്തിൽ മൊത്തത്തിൽ നേരത്തെ നോക്കുവാണെങ്കിൽ ഗവൺമെന്റ് മേഖലയിൽ ഒരു 15ഓളം ഡയാലിസിസ് യൂണിറ്റ് ഉള്ളായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം അത് 130ഓളം ഡയാലിസിസ് യൂണിറ്റ്. അതിലിപ്പം നേരത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലായുള്ള കാരിത്താസിലൊക്കെ പോകേണ്ടി വരുന്നത് ഡയാലിസിസ്. ഒന്നാം പിണറായി സർക്കാർ എന്താ ചെയ്യാത്തെ? ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് അവിടെ ഉണ്ടായ ദുരിതങ്ങളും, അതായത് കൊറോണ വന്നു, നിപ്പ വന്നു, ഓക്കി ചുഴലിക്കാറ്റ് വന്നു, അതെ, അതിന്റെ കൂടെ തന്നെ ഇത്രത്തോളം വികസനങ്ങൾ, അതായത് നമ്മള് എന്താ പറയാ, അത്തരം കാര്യങ്ങൾ അവരുടെ ദുരിതത്തെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, പ്രതിരോധിച്ചു, അതിജീവിച്ചു. അപ്പൊ എന്താണെങ്കിലും MLA മറന്നെങ്കിൽ പോലും പിന്നെ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങൾ എന്ന് പറയാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ഞാൻ ഈ നടക്കുന്ന ഇനി അപ്പുറത്തേക്ക് ഇടുന്ന ഇതുവരെ മിടിക്ക് പേരെന്താ?
ഗൗരി. ഗൗരി ഏതാ ഡിപ്പാർട്ട്മെന്റ്? ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഗൗരി കണ്ടറിയാം എന്റെ പാട്ട് പാടുന്നല്ലേ? ഗൗരി പാട്ട് പാടില്ലേ? ആ കണ്ട പാടുന്നു. പക്ഷെ പാട്ടിലേക്ക് പിന്നെ വരാം. ഗൗരിയുടെ എന്താ ഒരു എങ്ങനെയുണ്ട് ഇവിടുത്തെ ഇലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ടൈറ്റ് ആണോ? അതെ. വോട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ? ഉണ്ട്. എവിടെ? ഇവിടെ ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ മണ്ഡലാണോ വീട്? എവിടെ? അപ്പൊ ഏറ്റുമാനൂർ തന്നെ. ഏറ്റുമാനൂർ തന്നെ. അപ്പൊ എങ്ങനെയാ ഏറ്റുമാനൂരിന്റെ ഒരു പതിവ് രീതി ഇത്തവണ ആവർത്തിക്കുവോ? അതറിയില്ലല്ലോ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വോട്ട് ചെയ്യാൻ പോലും ഇത്തവണ ഉറപ്പായിട്ടും പോകും. ഉറപ്പായിട്ടും പോകും. ഓക്കെ. അപ്പം എത്രാമത്തെ വോട്ടായിരുന്നു പറഞ്ഞേ? മറന്നുപോയോ? 2, 3? രണ്ടായിരിക്കും. അപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായിരിക്കും അവസാനം വോട്ട് ചെയ്തത് അല്ല? അതിനുശേഷം തദ്ദേശത്ത് വോട്ട് ചെയ്തായിരുന്നോ? വോട്ട് ചെയ്താൽ ജയിച്ചോ? ഓക്കെ 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 ശരി. അപ്പൊ പേര്? മാളവിക. ഈ ഇപ്പൊ വോട്ടിന് ഏറ്റവും കൂടുതൽ നിങ്ങൾ വോട്ടേഴ്സ് ഒരു ക്യാമ്പസിന്റെ ഒരു വോട്ടേഴ്സിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി ഏതാ? വിഷ്വൽ മീഡിയ ആണോ, പ്രിന്റ് ആണോ, സോഷ്യൽ മീഡിയ ആണോ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ആണോ? ഏതിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയുടെ? സോഷ്യൽ മീഡിയ ആണ്. എന്തുകൊണ്ട്? ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതും സോഷ്യൽ മീഡിയ ആണ്. ഇപ്പം സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഐഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഇല്ലാത്ത ഒരാൾ പോലും ഇപ്പൊ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാനും സാധ്യതയുള്ളത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ആയിരിക്കും. അപ്പൊ സോഷ്യൽ മീഡിയ പക്ഷെ നമുക്ക് വളരെ രസകരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആവണമെന്നില്ല. സോഷ്യൽ മീഡിയ അതേപോലെ വിശ്വസിച്ചാൽ മര്യാദയ്ക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ? സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും? സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ ഇപ്പോ പലവരുടെയും പെർസ്പെക്റ്റീവ് പലതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവർ പോസ്റ്റുകളും റീലുകളും ഒക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും അല്ലേ? അതാണ് ഈ സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരു ജനറേഷൻ ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതിൽ ആരെങ്കിലും സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉള്ളവർ ചോദിക്കുന്നില്ല, ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരാള് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്ത ഒരാളെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല അല്ലെ? ഓക്കെ. അതാണ് ഈ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ കാര്യം അതാണ്. എന്നാലും അപ്പൊ മാർഗങ്ങൾ പലതായിരിക്കും. പക്ഷേ എലക്ഷൻ എന്നാൽ വളരെ ഗൗരവത്തോടു കൂടി സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഒരു ക്യാമ്പസ്. അതാണ് KE കോളേജിലെ ഈ വിദ്യാർത്ഥികളെന്ന് എനിക്ക് തോന്നുന്നു. ഇതുവരെയുള്ള സംശയത്തില്ല. MLA കിട്ടിയോ? കിട്ടി. മണിയാശൻ. ഇത് ആദ്യമേ എന്നോട് ചോദിച്ചപ്പോഴത്തേന് പെട്ടെന്ന് ഒരു മൈക്ക് ആദ്യമായിട്ട് ഫ്രണ്ട് വന്നപ്പോഴത്തേന് പരിഭ്രമിച്ചതാ. അത് കുഴപ്പമൊന്നുമില്ല, സ്വാഭാവികമായിട്ട് അത് കുഴപ്പമില്ല. എക്സ്പെക്ട് ചെയ്തില്ല എന്നോട് ആദ്യം ചോദിക്കുന്നത്. മൈക്കൊന്ന് പിടിച്ചേ. മണിയാശാൻ ഇത് ഞാൻ അറിഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയുണ്ട്? വോട്ട് ചെയ്തോ? നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ടോ? എത്രാമത്തെ വോട്ട് ഇനി ചെയ്യാൻ പോകുന്നത്? ചെയ്യുന്നുണ്ടോ? ഏതാ മണ്ഡലം? ചെങ്ങന്നൂർ നിയോജക മണ്ഡലം. ഞാൻ MLA ആരാന്ന് ചോദിക്കണോ? MLA സജി ചെറിയാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സജി ചെറിയാൻ മണ്ഡലമാണ് ഞങ്ങളുടെ. പക്ഷെ ഞാനൊരു KSU യൂണിറ്റിന്റെ ഭാരവാഹിയാണ്. അതെല്ലാം പറഞ്ഞു വരുന്നതാണ്. അവിടെ ഇപ്രാവശ്യത്തെ മത്സരത്തില് സജി ചെറിയാനും അഡ്വക്കേറ്റ് എബി കുര്യാക്കോസും പിന്നെ BJPയുടെ ആരെന്ന് പറഞ്ഞു നോക്കിയില്ല. ഓക്കെ, ശരി വിട്ടു. പറ. അവിടെ ഇപ്രാവശ്യം സജി ചെറിയാൻ ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ തന്നെയും പക്ഷെ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ അവിടെ ടൈറ്റ് ആയിരിക്കും. കാരണം അവിടെ എല്ലാവരും മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്, മാറ്റങ്ങളാണ്. അപ്പം അവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങൾ വന്നെന്ന് അവിടെ ഇവിടെയും വഴിയിൽ ബോർഡിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്നല്ലാതെ അവിടെ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയിൽ വന്ന മാറ്റങ്ങൾ ഭയങ്കര കുറവായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ശരിയാക്കി തരും, 25 കോടി ഇതിന്, അങ്ങനെയെല്ലാം ഇവര് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിലും ആ ഒരു വികസനം അവിടെ വന്നിട്ടില്ല. ഇങ്ങനെ ബോർഡിലൂടെ ഉള്ള പ്രചാരണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടെ. ഈ ശബരിമല ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളൊന്നാണോ? അങ്ങനെ ആവുന്നുണ്ടോ? അറിയോ? അങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടോ? ഉണ്ട്. സംസാരമുണ്ട്, സാധ്യതയുണ്ട്. സ്വർണം ഉണ്ട്. ഓക്കെ, ശരി. അപ്പോ ഇവിടെ പറഞ്ഞേ, സുന്ദരമായിട്ടുള്ള താടിയൊക്കെ ആയിട്ട് പേരെന്താ? എന്റെ പേര് ആഷിൽ. ആഷിൽ. എനിക്ക് തോന്നേ ഇവന്മാരെ പ്ലാൻഡാ. അവിടെ SFI, ഇവിടെ KSU. ആ മട്ടില്ല അല്ലേ? നീ KSUവിന്റെ ഭാഗത്ത് നിന്നുള്ളതല്ലേ? എനിക്ക് കണ്ടറിയാ. ഞാൻ ഈ മണ്ഡലത്തിലുള്ള ആളല്ല. ഞാൻ ഇരിക്കൂർ നിയോജക മണ്ഡലമാണ്. ഇരിക്കൂറാണ്. കണ്ണൂർ എന്തുകൊണ്ടാ മാന്നാനത്ത് പഠിക്കാൻ? കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഞാൻ MG യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്ത് വന്നതാണ്. അതുകൊണ്ട് പിന്നെ യൂണിവേഴ്സിറ്റി അടുത്തുള്ള കോളേജാക്കി. അപ്പം അവിടെ എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒരു കോൺഗ്രസിന്റെ കോട്ടയാണ് ഇരിക്കൂർ നിയോജക മണ്ഡലം എന്ന്. അവിടെ മത്സരിക്കുന്നത് മറ്റേ മാണി ഗ്രൂപ്പാണ് എതിരെ മത്സരിക്കുന്നത്. അപ്പൊ അതൊരു വലിയ ടൈറ്റ് ആയ ഒരു കോമ്പറ്റീഷൻ അല്ല കോൺഗ്രസിന് അവിടെ. ഈസി വാക്കോർ എന്നാണോ പറയുന്നത്? ഈസി വാക്കോർ തന്നെ. ഈ ഇരിക്കൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഈ മലയോര ക്രൈസ്തവർ, കുടിയേറ്റ കർഷകരുള്ള മണ്ഡലമാണത്. അപ്പൊ അവിടെ ഈ പള്ളി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചർച്ചയാകുമോ? പള്ളി അങ്ങനെ വലിയ വിവാദമായ രീതിയിൽ ചർച്ചയാവാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് കൂടുതലും. അവിടെ വികസനങ്ങളും ആണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ മാറ്റം ചിന്തിക്കുന്ന ആൾക്കാർ അവിടെ വളരെ കുറവാണ്.
അപ്പൊ അങ്ങനെ മാറ്റം വേണ്ട, മാറ്റം ഇല്ല അവിടെ. ആരും വരണ്ട, മാറണ്ട. മാറത്തില്ല. എല്ലാവരുടെയും പരസ്യം അവര് വരും, ഇത് മാറും എന്നൊക്കെയാണല്ലോ. മാറത്തില്ല, ഇരിക്കൂർ മാറത്തില്ല, ഇരിക്കൂർ ഇരുന്ന് തന്നെ പോകും. ശരി സിസ്റ്റർ എവിടെയാണ്? ഞാൻ പൊടിമറ്റത്താണ്. സിസ്റ്ററിന്റെ പേര്? എന്റെ പേര് സിസ്റ്റർ ലിൻഡ. ലിൻഡ. ഓക്കെ, സിസ്റ്റർ ലിൻഡ പൊടിമറ്റോ? പൊടിമറ്റം. അതെവിടെ സ്ഥലം? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി മണ്ഡലമാണോ? ഞാൻ പാറത്തോട്. പാറത്തോട്. ഓക്കെ, പാറത്തോട്. എന്നെ കൺഫ്യൂഷൻ ആക്കി. ഓക്കെ, ചോദിക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് പൊളിറ്റിക്സിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളാണ്. കാരണം പൊളിറ്റിക്സ് നല്ല കാര്യമാണ്. മീൻസ് ഇവിടെ ഉള്ളവർ എന്നെ കല്ലുവാരിപ്പ് എറിയും. ഓക്കെ, പക്ഷെ എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് വേണ്ടത് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നാലും കുറെ ഒക്കെ ഇനിയും ഇച്ചിരിയും കൂടെ ആവണം. അപ്പൊ പൊളിറ്റിക്സ് ഇല്ലാണ്ട് നമുക്ക് എങ്ങനെയാ ഒരു വ്യവസ്ഥിതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? പറ്റില്ല. അപ്പൊ പിന്നെ പൊളിറ്റിക്സ് വേണ്ടേ? വേണം, പൊളിറ്റിക്സ് വേണം. പക്ഷെ ഇച്ചിരി കൂടെ ജനങ്ങൾക്ക് മീൻസ് ഇപ്പോ കുറെ ഒക്കെ എത്ര പേർക്ക് പറയാൻ പറ്റും മീൻസ് പൊളിറ്റിക്സ് സ്വാർത്ഥത ഇല്ലാതെയാണ് ചെയ്യുന്നതെന്ന്. കുറെ ഒക്കെ സെൽഫ് മോട്ടോസ് കാണുമല്ലോ. സ്വന്തം പേര് വരണം, സ്വന്തം പാർട്ടിയുടെ പേര് മുന്നോട്ട് വരണം. അപ്പൊ അങ്ങനെയൊക്കെ മോട്ടോസ് ഇല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഫുൾ ഡെഡിക്കേറ്റഡ് എന്നാവുന്നോ അന്ന് ഞാൻ പൊളിറ്റിക്സിനെ കൂടുതൽ സ്നേഹിക്കും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഓക്കെ, എന്തായാലും സിസ്റ്ററിന്റെ പൊളിറ്റിക്സിനെ അംഗീകരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഈ ഇപ്പോൾ സിസ്റ്റർ ഒരു കന്യാസ്ത്രീ വേഷം ധരിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പൊ സഭകൾ ഉൾപ്പെടെ ഇലക്ഷൻ സമയത്ത് കൃത്യമായ നിലപാടുകൾ പറയാറുണ്ട്. ആരെ പിന്തുണയ്ക്കണമെന്ന്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വോട്ടിന്റെ 2 ദിവസം മുമ്പെങ്കിലും ഏറെക്കുറെ സൂചന നൽകാറുണ്ട്. അപ്പോൾ സഭകൾക്കും ആ പൊളിറ്റിക്സ് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കൂടെ? ചേർച്ചിന് ഇപ്പോ ശരിക്കും നമ്മൾക്ക് ഒരു സമൂഹത്തെ നയിക്കണമെങ്കിൽ ഒരു ലീഡർ വേണം, ഉറപ്പായിട്ടും. പക്ഷെ ഞാൻ എന്താ പൊളിറ്റിക്സിനെയോ ആ ലീഡർഷിപ്പിനെയോ അല്ല കുറ്റപ്പെടുത്തുന്നത്, ആ ആറ്റിറ്റ്യൂഡിനെയാണ് എനിക്ക് വിമർശിക്കുകയല്ല. എനിക്ക് ആ ഒരു ഇഷ്ടമില്ലാത്ത മീൻസ് സെൽഫ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആർക്കാ വോട്ട് മീൻസ് ഐ മീൻ നോട്ടൊക്കെയാണോ ചോദിച്ചതാ? അല്ലല്ല, ഓക്കെ. അപ്പൊ ഇത്തവണ വോട്ട് ചെയ്യില്ലേ? ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യം ഇവിടെ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞിട്ടാ പോയിരുന്നത്. ഗൗരി ഇങ്ങനെ എനിക്ക് എന്താ മൈക്ക് തരാത്ത ചോദിച്ചു നോക്കുക അല്ലേ? അപ്പൊ ഗൗരി ഏതാ? നമുക്ക് കെ കോളേജ് എല്ലാവരും ഒന്ന് ഈ KSUSFIക്കാർ എല്ലാം കൂടെ ചേർത്ത് പിടിക്കണേ. ഒന്ന് കൈയടിക്കില്ലേ ഗൗരിക്ക് വേണ്ടിട്ട്? ഓക്കെ, ഗൗരി പെട്ടെന്നോ? ഞാൻ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പറയണ്ട, പാടിക്കോ. இஞ்சியேடு பழகா மஞ்ச சேவ பழகா கள்ள சீரி பழகா மறக்கு மனங்கூடு தில்லையே மறக்கு மாமனேனோ மயக்குதே பஞ்சவனோ மடியிலே ஊஞ்சல் போட மானேரா இஞ்சியேடு பழகா மஞ்ச சேவ பழகா கள்ள சீரி பழகா மறக்கு மனங்கூடு தில்லையே. പാട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നു. നിർത്തരുത്, ബ്രേക്ക് എടുക്കരുത്, കണ്ടിന്യൂ ചെയ്യണം. ശരി, ഇനി നമുക്ക് ഈ കോളേജിലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്. ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഗൗരവമുള്ളതായിരിക്കും പ്രതീക്ഷിക്കാം. ഈ ജെൻസി കുട്ടികളെ നിയന്ത്രിക്കുന്ന അധ്യാപക സമൂഹമാണ്. പൊളിറ്റിക്സിലെ അധ്യാപകനാണ് പ്രിൻസിപ്പൽ സാർ. നമസ്കാരം. അപ്പൊ എങ്ങനെയാണ് ക്യാമ്പസിലെ പൊളിറ്റിക്കൽ വൈബ്? എങ്ങനെയാണ്? നല്ല പ്രബുദ്ധരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ക്യാമ്പസിലുള്ളത്. കാരണം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്തും ആയിക്കോട്ടെ, നമുക്ക് വേണ്ടത് ഒരു വികസിതമായിട്ടുള്ള ഒരു കേരളമാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടുന്ന് പഠിക്കാനുള്ള നല്ല സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിൽ വേണം. ഇവർ പഠിച്ചതിന് ശേഷം ഇവർ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പകരം ഇവർക്കെല്ലാം ഇവിടെ തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പം ആ രീതിയിൽ ചിന്തിക്കുന്ന നല്ല പ്രബുദ്ധരായിട്ടുള്ള ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം. അവരതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കണം. അങ്ങനെയാണ് ശരിക്കും കേരളം. നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടേ, നമ്മൾ ഇതിലേക്ക് ഡീപ്പായിട്ട് വരികയാണ്. അങ്ങനെ കേരളം വികസിക്കുന്നു. ഈ പൊളിറ്റിക്സിന്റെ അധ്യാപകനായതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഇവിടെ ക്യാമ്പസിൽ ഈ രാഷ്ട്രീയം ഇപ്പോൾ KSUSF ABVP ചർച്ചകളൊക്കെ ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഈ ഗൗരവത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ടോ ക്യാമ്പസിൽ? പൊളിറ്റിക്സിന്റെ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾ ഗൗരവത്തിലുള്ള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതാണ്. ഇപ്പം സിസ്റ്റർ പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ ആലോചിക്കുമായിരുന്നു, സിസ്റ്റർ എന്തുകൊണ്ട് പൊളിറ്റിക്സ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അടുത്ത ക്ലാസ്സിലെ നമ്മുടെ ഡിസ്കഷൻ എന്തുകൊണ്ട് പൊളിറ്റിക്സ് വേണമെന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ ഞങ്ങളൊരു MDC കോഴ്സാണ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്. അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഇപ്പോൾ 2 പക്ഷത്തിനുള്ള അല്ലെങ്കിൽ വിവിധ പക്ഷങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം നമ്മുടെ ക്ലാസ്സുകളിലുള്ളതാണ്. അവിടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സീരിയസ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്. നമ്മൾ അതിൻ്റെ അകത്ത് ഈ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്തോട്ടുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇപ്പം പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പറയും,
അല്ല ജെൻഡർ പൊളിറ്റിക്സ് പറയും, നമ്മൾ പരിസ്ഥിതി രാഷ്ട്രീയം കൂടാതെ അല്ലെങ്കിൽ മറ്റ് സ്വത്വങ്ങളെക്കുറിച്ചുള്ള രാഷ്ട്രീയം നമ്മൾ പറയും. ഇതെല്ലാം വിശാലമായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതിയാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള കുട്ടികളാണ് ഇവരില്ല. ഇവർ ഇപ്പോൾ മുമ്പേ മാളവിക പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പഠിക്കുന്ന കാര്യങ്ങൾക്കും വലിയൊരു അർത്ഥമുണ്ട്. അപ്പം അതും ഈ സാധാരണ ജനങ്ങളിലെ ഗ്രാസ് റൂട്ട് ലെവൽ കണക്റ്റും കൂടെ എത്രമാത്രം സാധ്യമാവുന്നതാണ് ഞങ്ങൾ ക്ലാസ്സുകളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തത്. ഇതിലെല്ലാം എൻ്റെ വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങൾ വളരെ സജീവമായിട്ടുള്ള വളരെ തീക്ഷ്ണമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന ക്ലാസ് മുറികളുടെയൊക്കെ പ്രതിനിധികളാണ് നിൽക്കുന്നത് എല്ലാവരും. ആണല്ലേ? ഓക്കെ, ഞാൻ സാറിലേക്ക് വരാം. സാറിന് കുറച്ചുകൂടി ഞാൻ സമയം തരാം കേട്ടോ. അപ്പോൾ ഈ എന്താണെങ്കിലും ഇപ്പൊ സാറൊക്കെ പറഞ്ഞ പോലെ വളരെ ഗൗരവത്തിലുള്ള ചർച്ച നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എല്ലായിടത്തും എല്ലാ ക്യാമ്പസുകളിലും അത് കാണാറില്ല എന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിനപ്പുറത്തേക്ക് ഓക്കെ, അതിന് മുമ്പ് എങ്ങനെയുണ്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ? അയ്യോ ഇല്ല, ഞാൻ വഴി വരില്ല, ഞാൻ ഈ വഴി പറയും. എങ്ങനെയുണ്ട് നമ്മുടെ ചീഫ് മിനിസ്റ്റർ? കുഴപ്പമില്ല. ഇത് സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലുള്ള ആശയങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം മൗനങ്ങളും ചില ഉത്തരങ്ങളാണ് അല്ലേ? അല്ലേ? അതെ. എങ്ങനെയാണ് ചീഫ് മിനിസ്റ്റർ എങ്ങനെയാണ് പറഞ്ഞു? തിരക്കേടില്ല എന്ന് പറഞ്ഞാൽ 100-ൽ എത്ര മാർക്ക്? ആ, പരീക്ഷയ്ക്ക് ഫുള്ള് കിട്ടാറുണ്ടോ? 100-ൽ 100 വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പഠിപ്പിച്ചായി പോലെ. അത്രയും വേണോ? വേണ്ട. അപ്പൊ എത്ര മാർക്ക് കിട്ടും? പറ്റൂല. ഇവിടെ പറ്റുമോ? എത്ര? 70 കൊടുക്കാം. അപ്പൊ ഒരു ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലെ മാർക്കാണ്, അതുകൊണ്ട് അത്ര ധാരണ ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ എങ്ങനെയുണ്ട് പൊളിറ്റിക്സ്? എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട് ഇലക്ഷൻ? എങ്ങനെയുണ്ട്? ഇലക്ഷനൊക്കെ ഇങ്ങനെ തീ പിടിച്ച് നിൽക്കുകയാണ്. തീ ആള് കത്തുവോ? കത്തിക്കണം. എവിടെ? ഏറ്റുമാനൂർ കത്തിക്കണോ? ഏറ്റുമാനൂർ നമ്മുടെയാണ്, കോട്ടയാണ്. കൊടുക്കത്തില്ല, വാസവഞ്ചാനുള്ളതാണത്. ഇട്ട് കൊടുക്കില്ല. പക്ഷെ ഈ നാട്ടകം സുരേഷ് അല്ലേ എടുത്ത സ്ഥാനാർത്ഥി? NDA സ്ഥാനാർത്ഥി എന്തെങ്കിലും സാധ്യതയുണ്ടോ? സോഷ്യൽ മീഡിയ വളരെ സജീവമാണെന്ന് പറയുന്നത്. നിങ്ങൾ സോഷ്യൽ മീഡിയയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരായോട് ചോദിച്ചതാ. ചക്ക ചീഞ്ഞോ? ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ അവിടെയാണ് കിഴക്കമ്പലം. 2020 സ്ഥാനാർത്ഥിയല്ലേ ഏറ്റുമാനൂർ NDAക്ക്? അങ്ങനെയൊക്കെ ചക്ക ചീഞ്ഞൊക്കെ പറയാം. എനിക്ക് നാട്ടിൽ കയറാൻ പറ്റൂല. ഓക്കെ, പറ. നമുക്കിവിടെ വാസവഞ്ചേട്ടൻ ജയിക്കും. വാസവഞ്ചേട്ടൻ കത്തിക്കും ഏറ്റുമാനൂര് അല്ലേ? ഉറപ്പായിട്ടും കത്തിക്കും. വിട്ടുകൊടുക്കില്ല. പക്ഷേ നാട്ടകം സുരേഷിന്റെ പ്രവർത്തനത്തെ പറ്റി ഇവിടെ ആരോ നേരത്തെ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നാട്ടകം സുരേഷ് നല്ല സ്ഥാനാർത്ഥിയാണോ ഈ ഏറ്റുമാനൂരില്? നാട്ടകം സുരേഷ് എന്റെ സ്വന്തം ചേട്ടനാണ്. അപ്പന്റെ സ്വന്തം ചേട്ടനോ? സ്വന്തം ചേട്ടനാണ്. അതായത് നീ നാട്ടകം സുരേഷിന്റെ അനിയന്റെ മോനാണ്. നീ ആർക്കാ വോട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ തിരുവനന്തപുരം സാറിന് വോട്ട് ചെയ്യും. കോട്ടയത്താണല്ലേ? കോട്ടയം മണ്ഡലം. ഓക്കെ, ശരി. ഇവിടെ ഒരു മാറ്റം എന്നാണല്ലോ അത്യാവശ്യമാണ്. ഇവിടെ ഉള്ള ജനങ്ങൾക്ക് അറിയാം. ഈ മണ്ഡലത്തിൽ ഒരു മന്ത്രി ഉണ്ടായിട്ട് പോലും ഇവിടെ എന്താ വന്നിട്ടുള്ളത്? 10 വർഷമായിട്ട് ഇവര് ഭരിക്കുന്നു. 5 വർഷമായിട്ട് മന്ത്രി ഇരിക്കുന്ന ഒരു മണ്ഡലം. ഇവിടെ ഏറ്റുമാനൂർക്കാർക്ക് അറിയാം എന്ത് വികസനം ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നും ഇവിടെ വന്നിട്ടില്ല. എന്ത് വികസനമാണ് നമുക്ക് വേണ്ടത്? നമുക്ക് കുമരകം ഭാഗത്തോട്ടുള്ള പാലം ഇവരിപ്പോഴാണ് പണിത് നിർത്തത്. 3 വർഷത്തോളം അത് കുമരകത്തോട്ട് പോകുന്ന എല്ലാവർക്കും അറിയാം എന്തോരം പാടുപെട്ടാണ് ഇത്രയും നാളെല്ലാവരും പൊക്കോണ്ടിരിക്കുന്നതെന്ന്. നമ്മൾ എന്തോരം നേരെ ഓരോ കടമ്പകൾ കടന്നിട്ടാണ് പൊക്കോണ്ടിരുന്നത്. ഒരു പാലത്തിന് എന്തിനാണ് ഇത്രയും നാൾ ഇവര് നീട്ടി വെച്ചത്? അതൊക്കെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ലാസ്റ്റ് പണി തന്നല്ലോ. പണിത് തന്നു. അത് അവർക്ക് എത്ര പണിയായിരുന്നു, എത്ര നാള് മുന്നേ പണിയായിരുന്നു. അതിനുവേണ്ടി സമരം എടുത്ത ഒരാളാണ് നാട്ടകം സുരേഷ്. അതിനുവേണ്ടി നിരാഹാര സമരം ചെയ്ത് അതിനെ വിജയിപ്പിച്ച ഒരാളാണ് നാട്ടകം സുരേഷ്. അത് ജനങ്ങൾക്ക് അറിയാം. ഏറ്റുമാനൂർ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് അറിയാം. മാറ്റം വരും. VN വാസവൻ ഇവിടെ തോക്കുവെന്നും നാട്ടകം സുരേഷ് ജയിക്കുമെന്നും ഈ മണ്ഡലത്തിൽ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. വെല്ലുപ്പിച്ചിട്ട് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്താറുണ്ടോ? ഇതുവരെ ചെയ്തില്ല. ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ലേ? സ്റ്റോറി ഇടും. നമ്മളല്ല വേറെ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റും. ക്യാമ്പയിൻ ഒന്നും പോയില്ലേ? എല്ലാത്തിനും ഉണ്ട്. സജീവമായിട്ട് കൂടെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ട്. ഫുൾ സപ്പോർട്ട് ഉണ്ട് അല്ലേ? ഓക്കെ, ശരി. ഞാൻ വീണ്ടും നമ്മുടെ സാറിലേക്ക് പോകണം. സാറിന് ഞാൻ സമയം കൊടുത്തത് വേറെ ഒന്നല്ല. സാറ് ഈ എല്ലാവരും പിന്നെ നമ്മളെ പോലെ പ്രായമുള്ളവരായി കഴിഞ്ഞാൽ ശരിയാവില്ല. സാറാണ് കണ്ടില്ല ഏറ്റവും യങ്. അപ്പൊ സാറിന് ഈ വൈബ് ഏറ്റവും കൂടുതൽ കിട്ടുമെന്നേ. എങ്ങനെയുണ്ട് ഈ സാറിന്റെ മണ്ഡലം ഏതാണ്? എന്റെ മണ്ഡലം കടുത്തുരുത്തിയാണ്. ഓക്കെ. മോൻസിന്റെ. അപ്പൊ എങ്ങനെയുണ്ട് അവിടുത്തെ ഒരു മത്സരം? എങ്ങനെയാണ് അവിടെ? മത്സരമില്ല. ഇല്ല. വളരെ വ്യക്തമായിട്ട് തന്നെ മോൻസ് ലീഡ് ചെയ്യുന്നു. ഓക്കെ. ഒരു തരത്തിലും മത്സരം വരില്ല. ഇവിടെ ഇപ്പോ കടുത്തുരുത്തി ആണെങ്കിൽ പോലും ഏറ്റുമാനൂർ മണ്ഡലത്തിലുള്ള മാന്നാനം കോളേജിൽ അത്രയും വർഷങ്ങളായി പഠിപ്പിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടത്തെ ഒരു പൾസ് നോക്കുമ്പോൾ എന്താ തോന്നുന്നു? ഏറ്റുമാനൂരും കോട്ടയൊക്കെ മൊത്തത്തിൽ ഏറ്റുമാനൂരും കോട്ടയം മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു വികസന മാറ്റം ഉണ്ടാകണം. കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പറ്റി പറയുമ്പോൾ കാതലായ മാറ്റങ്ങൾ ഈ രംഗം ആഗ്രഹിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ധാരാളമായിട്ട് പലായനം ചെയ്തൊരു കാലമാണ്. അപ്പം അതിനൊക്കെ കാരണം നയങ്ങളിലുള്ള ഒരു വ്യക്തമായ ഒരു പോരായ്മയാണ്. വ്യക്തമായ നയങ്ങളും ശക്തമായ നയങ്ങളും നടപടികളും ഉണ്ടായെങ്കിൽ മാത്രമേ
നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് ഈ നാട്ടിൽ നിലകൊള്ളുവാനും അവർക്ക് ഇവിടെ ജോലി കിട്ടുന്ന ഇപ്പോൾ തൊഴിലില്ലായ്മ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഏറ്റവും തൊഴിലില്ലായ്മ സംസ്ഥാനം കേരളമാണ്. നമ്മളെക്കാളും തൊഴിലില്ലായ്മ അതിന് മറ്റൊരു കാരണം കൂടി റെസിപ്രോക്കലായിട്ട് പിന്നെ അഭ്യസ്തരിതരായിട്ടുള്ള ചെറുപ്പക്കാർ കൂടുതലുമാണ്. അല്ല, അതിന് കൂടുതൽ രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല. നമ്മൾ ഇതിനേക്കാളും തൊഴിലില്ലായ്മ 2 സംസ്ഥാനങ്ങൾ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപുമാണ്. അത് 2 യൂണിയൻ ടെറിട്ടറീസാണ്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ പോലെയുള്ള ഭീമാരു സ്റ്റേറ്റ്സിനേക്കാളും തൊഴിലില്ലായ്മയും ഉള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി എന്നുള്ളത് വളരെ ദുര്യോഗമാണ്. അതായത് വികസനത്തിൽ മാത്രമല്ല തൊഴിലില്ലായ്മയിലും കേരളം പിന്നോട്ട് പോയി എന്നാണ് ആക്ഷേപം. വളരെ പിന്നോട്ട് പോയി. അത് നമ്മൾ അധ്യാപക സമൂഹം, ഞാൻ രാഷ്ട്രീയമല്ല പറയാ, അധ്യാപക സമൂഹത്തിന്റെ വലിയ ആശങ്കയാണ്. നമ്മുടെ കുട്ടികളെ ക്യാമ്പസിൽ നിൽക്കുന്നില്ല, കോളേജിൽ കുട്ടികളുടെ എണ്ണം കുറയുന്നു, ധാരാളം കുട്ടികൾ കേരളം വിട്ട് പുറത്തു പോകുന്നു. അപ്പം തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട അതിഗൗരവമായ ഒരു ഇഷ്യൂ ആണ്. വളരെ ഗൗരവമുള്ള കാര്യമാണ്. അതായത് കോളേജിലെ എത്ര ക്യാമ്പസുകളിൽ മതിയായ രീതിയിൽ കുട്ടികളുണ്ട് എന്നുള്ള സംശയമാണ്. +2 കഴിഞ്ഞാൽ നേരെ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നു. അതിൽ പലതരം ആക്ഷേപങ്ങളുണ്ട്, അതിൽ എതിർവാദങ്ങളുണ്ട്, അനുകൂലമായിട്ടുള്ള വാദങ്ങളുണ്ട്. ഒക്കെ ശരി തന്നെയാണ്. അധ്യാപകൻ തന്നെ അതിൻ്റെ മറ്റൊരു അധ്യാപകൻ കൂടി ഓക്കെ എൻ്റെ ടീച്ചേഴ്സ് ഉണ്ട് അതിലൂടെ. ടീച്ചേഴ്സ് മിസ്, എന്താണ് ഈ പിള്ളേരൊക്കെ ഈ +2 കഴിയുമ്പോഴേക്ക് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത്? എന്തിനാണ്? ഇവിടെ എത്ര നല്ല കോളേജൊക്കെ ഉള്ളപ്പോൾ? നല്ല കോളേജ് ഉണ്ട്. അത് കുട്ടികൾ അക്കരെ പച്ച തേടി പോകുന്നതാണ് മെജോറിറ്റി. ഇവിടെ ഇപ്പം ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ മേടിക്കാൻ വരുമ്പോഴായിരിക്കും കുട്ടികൾ പറയുന്നതാണ് ഐസ് വാരി ജീവിച്ചോളാന്ന്. ഇവിടെ ചെയ്യാൻ മടിക്കുന്ന പല ജോലികളും വിദേശത്ത് പോയി ചെയ്യാൻ പറയുന്ന പോലെ അല്ലെ, ചെയ്യാൻ പഠിക്കുന്ന വൈറ്റ് കോളർ ജോബിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പോണേ. പിന്നെ ഒരു എന്താ പറയുന്നത്, എപ്പോഴും ഒരു ക്യാമറ കണ്ണുണ്ടല്ലോ കുട്ടികളുടെ എല്ലായിടത്തും സമൂഹത്തിന്റെ. അങ്ങനെ ഒരു പേടി അതുകൊണ്ടാവാം. നമ്മുടെ വിദ്യാഭ്യാസത്തിന് നല്ല വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ഹബ്ബ് തന്നെയാണ് കേരളം. പക്ഷെ കുട്ടികളെ പിടിച്ചു നിർത്താൻ പറ്റുന്നത്, ഇവർ പറയുന്നത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, അപ്പം ഞങ്ങൾ എന്നാ ചെയ്യും? ഒരു ഡിഗ്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു മിയർ PG കൊണ്ട് ഞങ്ങളെ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനങ്ങൾ മൂലം ഞങ്ങൾ പിന്തള്ളപ്പെട്ടു പോവാണോ എന്നൊരു ആശങ്ക കൊണ്ട് കൂടി ആയിരിക്കാം ഇവർ പുറത്തോട്ട് പോകുന്നത്. അത് കുട്ടികളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കണം. അത് ഏത് ഗവൺമെന്റ് വന്നാലും നമ്മുടെ പ്രായമായവരുടെ എണ്ണം കൂടുകയും ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഒരിക്കലും ആശാവമായ ഒരു സംഭവമല്ല. അപ്പൊ നമ്മുടെ ജനറേഷനെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റും. വികസനത്തിന്റെ കൂടെ തന്നെ യങ്സ്റ്റേഴ്സിനെയും കൂടെ നിർത്താൻ പറ്റുന്ന പോളിസികൾ ഏത് ഗവൺമെന്റ് വന്നാലും മുന്നോട്ട് വെക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ സുസ്ഥിരമായി നിൽക്കുള്ളൂ. അതെ, ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് എനിക്ക് മറുപടി പറയേണ്ടത് SFI വിദ്യാർത്ഥി സമൂഹം എന്ന് തോന്നുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ? കാരണം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയത് കഴിഞ്ഞ 10 വർഷത്തിലാണെന്ന്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് അതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ. അപ്പൊ നമ്മളൊരു ഓട്ട മത്സരം നടക്കുകയാണെങ്കിൽ 2 പേര് ഓടിയാലല്ലേ അതിൽ കേമ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിലയിരുത്തലെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഉമ്മൻചാണ്ടി കാലത്ത് ഉണ്ടായിരുന്ന സ്കൂളുകൾ എങ്ങനെയായിരുന്നു? പാഠപുസ്തകം കിട്ടിയിട്ടുണ്ടാവും. ഓണപരീക്ഷയ്ക്ക് പോലും പാഠപുസ്തകം കിട്ടാത്ത ഒരു കാലത്ത് ഇന്ന് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുമ്പോൾ കുട്ടികൾക്ക് സ്കൂൾ അടച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് പുസ്തകം കൊടുക്കുന്ന ഒരു കാലമുണ്ട്. SSLC പരീക്ഷയ്ക്ക് പോലും പവർ കെട്ടിലിരുന്ന് പഠിക്കേണ്ട സ്ഥിതി ഉമ്മൻചാണ്ടി കാലത്തുണ്ടായി. ഇന്ന് അതില്ല. കേരളത്തിൽ പവർ ഹൈവേ കൊണ്ടുവന്നുകൊണ്ട് പവർ കെട്ടും ലോഡ് ഷെഡിങ് നിർത്തലാക്കിയ സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. അതുപോലെ തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തുന്ന ഏക സംസ്ഥാനം കേരളമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു കഴിഞ്ഞ ഒരു ദിവസം ഒരു കണക്ക് കാണുന്ന സ്ഥിതി ഉണ്ടായി. ഒരു വർഷത്തെ കണക്ക് 36,000 അന്നത്തെ ആ വർഷത്തെ കേരളത്തിൽ PSC വഴി നിയമനം കൊടുത്തതിന്റെ കണക്ക്. അതിന്റെ അത് 36,000. 2ാം സ്ഥാനം നോക്കുമ്പോഴത്തേക്കും 6,000. അത്രയും വ്യത്യാസമാണ് സംസ്ഥാനത്തെ ഈ തരത്തിലേക്ക് സർക്കാർ നിയമനം നൽകിയതിലെ കണക്ക്. അത് 2ാം സ്ഥാനം ഒഡീഷയാണ്. ഈ പറയുന്ന കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചിന്തിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ നമ്മൾ ഇത്രയും അധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നു, ഇവർക്ക് ഒരു ജോലി സാധ്യത, ആ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ സംസ്ഥാനത്ത്? അതിപ്പോ LDFന്റെ ആയിക്കോട്ടെ UDFന്റെ ആയിക്കോട്ടെ ഏത് സർക്കാരുകൾ വന്നാലും ആ ഒരു പ്രതിസന്ധി ഉണ്ടാകും. പക്ഷേ അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ പിണറായി വിജയൻ സർക്കാർ എന്നുള്ളതാണ്. ഇപ്പൊ നിലവിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിലേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടില്ലേ? അതുപോലെ തന്നെ പല വ്യവസായ സ്ഥാപനങ്ങളും ഉൾപ്പെടെ കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാൻ പറ്റുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ നേട്ടമാണ് ഈ കഴിഞ്ഞ കാലയളവിലൊന്നും ഒരു സർക്കാരും ഏറ്റെടുത്തു പോകാത്ത. അതായത് ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അവരൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. ആ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഫണ്ടിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വികസനങ്ങൾ നടത്തും. എന്നാൽ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ആദ്യം എടുത്ത തീരുമാനം കിഫ്ബി എന്ന പദ്ധതി രൂപീകരിച്ചു.
കിഫ്ബി എന്ന പദ്ധതി രൂപീകരിച്ചതിലൂടെ ബഡ്ജറ്റിനപ്പുറത്തേക്ക് ഫണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അതിന്റെ അവസാന ഘട്ടത്തിലാണ് സ്കൂളുകൾ, പൊതുമേഖലാ സ്കൂളുകൾ, അതായത് ഗവൺമെന്റ് സ്കൂളുകളുടെ 40% സ്കൂളുകളും നഷ്ടത്തിലാണ്, അത് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരൊറ്റ സ്കൂളുകൾ പോലും അടച്ചുപൂട്ടിയിട്ടില്ല. അവിടുത്തെ എല്ലാ കെട്ടിടങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിച്ച ഗവൺമെന്റാണ് ഇടതുപക്ഷ സർക്കാർ. അതുപോലെ തന്നെ രാജ്യത്ത് തന്നെ എല്ലാ സ്കൂളുകളിലും ഹൈടെക് എല്ലാ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ്സുകളുള്ള ഏക സംസ്ഥാനം രാജ്യത്ത് കേരളമാണ് എന്നതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ്, ആരോഗ്യരംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമാണെന്ന അതായത് നീതി ആയോഗിന്റെ അവാർഡ് 3 തവണയോളം വാങ്ങിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. വീണ ജോർജും ശൈലജ ടീച്ചർ ഉൾപ്പെടെ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഇത്തരത്തിലേക്കുള്ള വികസനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് KSUക്കാർക്ക് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? ഉണ്ട്. അവിടെ കൈയടി വന്നിട്ട് ഇവിടെ കൈയടി പറഞ്ഞേ. ഇപ്പൊ ഇവിടെ ഉന്നയിച്ചൊരു കാര്യമാണ് കിഫ്ബി വഴി പദ്ധതി. ഇപ്പൊ കിഫ്ബി വഴി പദ്ധതിയിൽ ഉൾപ്പെട്ട് ചെയ്ത കാര്യങ്ങളിൽ എത്രയാണ് ഇപ്പൊ നിലകൊള്ളുന്നുണ്ട്? ഇപ്പൊ ഞാൻ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിനെ കുറിച്ച് ഞാനിപ്പം മുന്നിൽ കാണിച്ച് പറയുന്നത്. ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ ഒരു ഇൻഡോർ സ്പോർട്സ് സ്റ്റേഡിയം ഉണ്ടാക്കി കിഫ്ബി പദ്ധതിയിൽ ഐമന പഞ്ചായത്തിൽ പുളിക്കുട്ടിശ്ശേരി അപ്പുറമായിട്ട്. ആ കെട്ടിടം ഇപ്പൊ ഏത് സ്ഥിതിയിലാണ്? ആ കെട്ടിടത്തിൽ ആരെങ്കിലും കളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ കെട്ടിടം ഇടിഞ്ഞു വീഴാറായ സ്ഥിതിയിലിരിക്കുന്നത്. അപ്പം അത് എന്ത് രീതിയിലാണ്? അപ്പൊ അതിന് എത്ര കോടി, 6.5 കോടിയോ 7 കോടി രൂപ മുടക്കിയിട്ടാണ് അത് പണിത്. ഇന്ന് ആ കെട്ടിടം അവിടെ നേരെയല്ല അവിടെ. അപ്പൊ ഈ കിഫ്ബി പദ്ധതിയിലൂടെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതുപോലെ തന്നെ ഉന്നയിച്ചൊരു കാര്യമാണ്, ആരോഗ്യ മേഖലയിൽ ഭയങ്കര ഉന്നതിയിലാണ്. മെഡിക്കൽ കോളേജ് ഇവിടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വരുമ്പോൾ ഇവർ പറഞ്ഞ സർജിക്കൽ ബ്ലോക്ക് അവിടെ തുടങ്ങിയത്. ആ സർജിക്കൽ ബ്ലോക്കിന് ഉദ്ഘാടനം നടത്താൻ പിണറായി വിജയന് വരാൻ സമയമില്ലാത്തതുകൊണ്ട് അതിനുവേണ്ടി നീട്ടി വെച്ചതിന്റെ ഫലമായിട്ടാണ് ഒരാൾ മരിച്ചത്. അന്നേരം അത് മരിച്ച ഉടനെ അത് തുറന്നു കൊടുത്ത് ഒരു വികസനം എന്ന് പറയുന്നതിനകത്ത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. അതുപോലെ തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ട് കിടന്നിട്ടുള്ള വ്യക്തിയാണ്. അവിടെ ഒരു പഞ്ഞി മേടിക്കണമെങ്കിൽ പോലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. ഒരു ആരോഗ്യ മേഖലയിൽ നിൽക്കുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൽ. പക്ഷെ കേരളത്തിലെ മെഡിക്കൽ രംഗത്തെ, ആരോഗ്യ രംഗത്തെ ഇപ്പോ പുറത്തുനിന്ന് വരുന്നവരൊക്കെ റീലുകളൊക്കെ ആയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലേ, ഒരുപാട് പുകഴ്ത്തിയൊക്കെ ഇടുന്നു കാണാലോ. അത് ഏത് രീതിയിലുള്ള പുകഴ്ത്തലാന്നുള്ള കാര്യം അവരൊക്കെ ഇവിടെ വന്ന് ഒരാഴ്ച മെഡിക്കൽ കോളേജിൽ കിടന്ന് അവർക്ക് മനസ്സിലാവും അത് ഏത് രീതിയിലുള്ള വികസനമാണ്, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള വികസനമാണ്. അടിസ്ഥാനപരമായിട്ട് ബിൽഡിംഗ് പണിയുന്നതാണോ വികസനം, അതോ അതിനുള്ളിലുള്ള കാര്യങ്ങൾ നിലനിൽപ്പുണ്ടാക്കി എടുക്കുന്നതാണോ വികസനം എന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് പോയതാണ്, പണിത് ഞങ്ങളാന്ന് പറയുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇവർക്ക് എന്തുകൊണ്ട് ഒരു തറക്കല്ലിട്ട് ഇവർക്ക് പുതിയതായിട്ട് ഒരു പദ്ധതി തുടങ്ങാൻ പറ്റുന്നില്ല? തറക്കല്ലിട്ടാ പോരാ, മുകളിലേക്ക് മാത്രം പോയാൽ മതിയെങ്കിൽ ഓക്കെ. ഞങ്ങളാരും ഈ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്ന ആൾക്കാരാ. പഞ്ഞി പുറത്തുനിന്നാണോ വാങ്ങാറ്? എന്റെ അറിവിലല്ല, 10 വർഷം മുമ്പത്തെ കാര്യമായിരിക്കും. മറ്റേ UDF സർക്കാരുടെ സമയത്ത് തീർച്ചയായിട്ടും ഞങ്ങളാരും വീട്ടിൽ നിന്ന് പഞ്ഞിയും കൊണ്ടൊന്നല്ല പോയത്. അപ്പൊ ഈ പഞ്ചി കേസാണ് പറയുന്നത്, പഞ്ഞി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്നാ പറയുന്നത്. ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മെഡിക്കൽ കോളേജിൽ ഞാൻ 1 വർഷം മുമ്പ് അവിടെ കിടന്ന്. അപ്പൊ ഞാൻ കിടക്കുന്ന എന്റെ അപ്പുറത്ത്, അപ്പം ഡോക്ടർമാർ ലിസ്റ്റ് എഴുതി തരുക. ആ ലിസ്റ്റ് എഴുതി പഞ്ഞി, ഗ്ലൗസ് ഉൾപ്പെടെ ഞാൻ വേണമെങ്കിൽ ലിസ്റ്റ് കാണിച്ചു തരാം. അത് ഉൾപ്പെടെ അത് ഉറപ്പായിട്ടും നമ്മൾ പുറത്തുനിന്ന് പോയിട്ട്, അതും ഡോക്ടർമാര് അവിടെ പ്രിസ്ക്രിപ്ഷൻ തരും ഏത് കടയിൽ നിന്ന് വാങ്ങണമെന്ന് വരെ. അത് നമ്മൾ പുറത്ത് പോയി വാങ്ങിക്കൊണ്ട് ഒരു പഞ്ഞി അല്ലെങ്കിൽ ഒരു ഗ്ലൗസ് പോലും മെഡിക്കൽ കോളേജിൽ നിന്ന് കൊടുക്കുക. അപ്പൊ ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു, പഞ്ഞിയും ഗ്ലൗസും ഞങ്ങൾ മേടിക്കേണ്ട കാര്യമാണോ? ഇവിടെ ഇല്ല, അതാണ് പറയുന്നത്. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളൊരു ആശുപത്രിപരമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി മെഡിക്കൽ കോളേജ് ഇല്ല, അവിടുത്തെ ഏറ്റവും കൂടുതൽ മരുന്നുകളും പുറത്തോട്ട് എഴുതുന്നത്. അല്ലാണ്ട് അവിടെ കൊടുക്കാൻ മരുന്നില്ല. പാരസെറ്റമോൾ ഉണ്ട്, പാരസെറ്റമോൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ള ഒരു മരുന്നും അവിടെ ഇല്ല. അതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖല ഭയങ്കര ഇതാണെന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ വെളിയിലായിട്ട് പോയി ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു? എന്തുകൊണ്ട് മെഡിക്കൽ കോളേജുകളെ കേന്ദ്രീകരിക്കുന്നില്ല? അതുപോലെ ചെവിയിൽ വന്നു ഞാൻ പറയാം. ഇവിടെ ആരും കേരളത്തിലെ ആരോഗ്യ മേഖല ലോകത്തെ ഏറ്റവും മികച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല, രാജ്യത്തെ ഏറ്റവും മികച്ചതാണെന്നാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ പിണറായി വിജയൻ അവിടെ പോകുന്നതിന് എന്താ പ്രശ്നം? ഇതൊക്കെ വളരെ അങ്ങനെയാണ് ഒരു കാര്യം പറയട്ടെ. ഉമ്മൻചാണ്ടി സാറും വെളിയിൽ പോയിട്ടും ഒക്കെ തന്നെയല്ലേ ചികിത്സിച്ചത്. അല്ലാതെ പുതുപ്പള്ളിയിലെ താലൂക്ക് ആശുപത്രിയിലോ അല്ലാതെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിലോ അല്ല. 10 വർഷം മുമ്പും സാർ അവിടെ തന്നെയാ പോയി ചികിത്സിച്ചത്. അതെന്തായിരുന്നു? അപ്പൊ രാജ്യത്തെ മികച്ചതെന്ന് വീണ്ടും ഇവർ എടുത്ത് ഇവരുടെ നേട്ടങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നേട്ടങ്ങളായിട്ട് പറയുമ്പോഴത്തേനും നമ്മൾ ചോദിക്കുന്ന കാര്യമാണ് പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇപ്പൊ ഈ കഴിഞ്ഞ കത്രിക വയറ്റിൽ കുടുങ്ങിയ ഒരു സംഭവം ഉണ്ട്.
ആ സംഭവത്തിൽ ഇവര് വികസിത കേരളമാണ് അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ഇവർ ഒന്നാമതാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി? അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെതിരെ എന്തുകൊണ്ട് ഈ മന്ത്രി, ആരോഗ്യമന്ത്രി അതിനെതിരായിട്ടൊന്നും ആവശ്യത്തിനായിട്ട് പുള്ളിക്കാരത്തി എന്താ പറഞ്ഞത്, അത് നമ്മൾ അന്വേഷിക്കാം. അപ്പൊ ഡോക്ടർ പറഞ്ഞു 5 വർഷം 10 വർഷം കിടന്നാലും അത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. അതിനെതിരെ അവർ എന്താണ് ചെയ്തത്? ശരി ശരി, നമുക്ക് തൽക്കാലത്തേക്ക് ഈ ആരോഗ്യ രംഗം വിടാം. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് പേരെന്താ? ഷമാസ്. വേറെ ഷമാസ് ഉണ്ടല്ലോ. ഞാൻ കണ്ണൂരിനാണ്. കണ്ണൂരിനാണോ? കണ്ണൂർ എങ്ങനെയുണ്ട്? KSU കാരനാണോ അതോ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ടോ? ഞാൻ UDF അനുഭവം ലീഗിലാണ്. ഓക്കെ, ശരി. എങ്ങനെയുണ്ട് അപ്പം കണ്ണൂര് എത്രമാത്രം ലീഗ് സ്വാധീനമുണ്ട് ഷമാസെ? നല്ല സ്വാധീനമുണ്ട്. മലപ്പുറം കോട്ടയാണ്. അതിനപ്പുറത്തേക്ക് ഏത് മണ്ഡലം ഏതാ? കൂത്തുപറമ്പാണ്. ആ ശരി. കൂത്തുപറമ്പ് ജയന്തി രാജൻ UDF സ്ഥാനാർത്ഥി, പിന്നെ അപ്പുറം പ്രവീൺ LDF-ന്റെ, BJP-ന്റെ അറിയില്ല, ഷിജിത് ലാൽ, അങ്ങനെ എന്തോ. എന്താ കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിൽ നിന്ന് ഈ മാന്നാനം കുന്നിലേക്ക് എത്താൻ കാരണം? അങ്ങനെ സാഹചര്യം വന്ന് ഇവിടെ എത്തി. ആണോ? നല്ല കോളേജാണ്. കൊണ്ടുവന്നെന്ന് തോന്നൂല്ലോ. എന്തോ എങ്ങനെ എത്തിയെന്ന് പറഞ്ഞാൽ സാഹചര്യം ദൈവത്തിന്റെ കളികളാണല്ലോ. ഓക്കെ, ശരി. അപ്പൊ എങ്ങനെയാണ് ഈ കേരളത്തിലെ മൊത്തത്തിലുള്ള ട്രെൻഡ് എങ്ങനെയാ? പലതരം സർവേ ഒക്കെ വരുന്നുണ്ട്. ചിലര് UDF അനുകൂലമാണ്, ചിലര് കുറച്ച് LDF പറയുന്നുണ്ട്. എന്താണ് ഷമ്മാസിന്റെ ഒരു ട്രെൻഡ്? എന്താണ്? ഭരണം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭരണം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. 10 വർഷം കൊണ്ട് എന്തൊക്കെയാക്കി എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ അതിലും കൂടുതൽ മോശം കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു വിദ്യാർത്ഥി ഇവിടെ നിൽക്കുന്നില്ല. അതിന് എക്സാമ്പിൾ ഇപ്പോൾ ജനുവരി 1 ന്യൂ ഇയറിൻ്റെ അന്ന് ഞാൻ ഇവിടെ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഏറ്റുമാനൂര്. ഒരു കുറെ കടകളുള്ള അന്നൊരു 12 മണി 1 മണി ആയിക്കാളുള്ളൂ. അപ്പോഴത്തേക്ക് പോലീസ് വന്ന് എല്ലാവരും അവിടെ നിന്ന് ഓടിപ്പിച്ച് അവിടെ നിൽക്കേ സമ്മതിക്കുന്നു. രാത്രി 1 മണിക്ക് നിൽക്കാൻ പാടില്ല. അത് ന്യൂ ഇയർ ആയതുകൊണ്ടായിരിക്കും, ഈ വയലൻസ് ഒഴിവാക്കാനായിരിക്കും. അല്ല, ഇത്രക്കും ആൾക്കാരുള്ള സ്ഥലത്ത് ഒരു വയലൻസ് ഒന്നും ഓല ഒഴിവാക്കി ഓല കടയിൽ വേക്ക് പോയിട്ട് എന്താ മയക്കുമരുന്നോടി അങ്ങനെ ഉണ്ടാവും. അല്ലാണ്ട് ഇത്രക്ക് ആൾക്കാരുള്ള സ്ഥലത്ത് നിന്ന് ഓലൊന്നും അങ്ങനെ ചെയ്യൂല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അതൊരു പക്ഷേ ഈ കർശന നിർദ്ദേശം പോലീസ് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ന്യൂ ഇയർ പോലുള്ള ദിവസങ്ങൾ നമുക്ക് പലരും ലഹരിക്ക് അടിമയായിരിക്കാം, ലഹരിക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകാം. ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ഒഴിവാക്കി പരമാവധി സമാധാനത്തെ 1 മണി ഒരു ആഘോഷിച്ചില്ലേ, ഇനി വീട്ടിൽ പോയി മക്കളെ എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയൊന്നല്ല പറഞ്ഞത്. ഒറ്റ വന്ന് ഒരേ ഓണടിയാ ഓട് അങ്ങനത്തെ അല്ലാണ്ട് ഓട് മക്കളെ അങ്ങനത്തെ സംസാരം അവിടെ ഉണ്ടായി. ഞാൻ അവിടെ പോലീസുകാർക്ക് കുറച്ചുകൂടി മര്യാദ സംസാരിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു മാനിഫെസ്റ്റോയില് പോലീസുകാരെ കൊണ്ട് മര്യാദ പഠിപ്പിക്കുന്ന ഏതെങ്കിലും മുന്നണി എഴുതി വെച്ചേ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അത് വേണ്ടതല്ലേ? വേണ്ടതാണ്. മര്യാദയുള്ള രീതിയിൽ പോലീസ് സംസാരിക്കുന്നു. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി ഇല്ല. ആഭ്യന്തരമന്ത്രി ഇല്ല. മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് നോക്കുന്നത്. അത് വേറെ ആർക്കും കൊടുത്തു, സ്വതന്ത്ര മന്ത്രിക്ക് കൊടുത്ത്. മോശമായിരുന്നോ? വളരെ മോശമാണെന്ന് ഞാൻ പറയും. അതിനുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്. കാരണം സമരം ചെയ്യുന്ന ആൾക്കാരെ അടിക്കുക, തലവൻ തന്നെ പറയാം രക്ഷാപ്രവർത്തനം. സമരം ചെയ്യുന്ന ആൾക്കാരെ അടിക്കുക, വെറുതെ അടിക്കുവോ? വെറുതെ തന്നെ സമരം ചെയ്യാനുള്ള അവകാശം ഇല്ല. കരിങ്കോടി കാണിക്കുന്നത് മോശം കാര്യം കേട്ടോ. ഇവര് സമരം ചെയ്ത് വന്ന ആൾക്കാർ തന്നെയല്ലേ. അത് അവരെ പോയിട്ട് അത് പോലീസുകാരല്ല അടിക്കുന്നത്, DYFIക്കാർ അടിക്കുകയാണ്. പോലീസ് പറയുന്നു അത് രക്ഷാപ്രവർത്തനമാണ്, അവർക്കത് കൊള്ളേണ്ടതാണെന്നുള്ള തരത്തിലാണ് പോലീസിന്റെ മന്ത്രി തന്നെ പറയുന്നത്. അപ്പൊ അങ്ങനെ കുറെ മോശം കാര്യങ്ങളുണ്ട്. ഞാൻ മെയിനായിട്ട് ആഭ്യന്തരത്തെ പറ്റിയാ പറയുന്നത്. വളരെ മോശമായിരുന്നു. വളരെ മോശമായിരുന്നു. ഈ ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പ് വളരെ മോശമായിരുന്നു. മുഖ്യമന്ത്രി ആയിരുന്നു. പറയുന്നു പോലീസുകാർ വെറുതെ സമരം ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് തച്ചു എന്ന് പറയുന്നു. തല്ലിച്ചതച്ചു. പോലീസുകാരുടെ ജോലി ചെയ്തല്ലേ? തല്ലിച്ചതക്കലോ? തല്ലിച്ചതക്കല്ല, ഈ പിടിച്ച് സമരം ചെയ്യുന്നവരെ പിടിച്ചു മാറ്റാൻ. കരിങ്കൊടി കാട്ടുന്നത് ഏത് തരത്തിലാണ് അക്രമ സമരമാകുന്നത്? അക്രമ സമരം ആകുന്നത് ഈ കരിങ്കൊടി കാണിക്കുന്നവർ മന്ത്രിമാരുടെ നേരെ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അതൊരു അക്രമം തന്നെയല്ലേ? ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ റോഡിൽ നിന്ന് കാറിൽ പോകുന്ന ആൾക്ക് നേരെ കരിങ്കൊടി കാണിക്കുമ്പോൾ അതൊരു അക്രമ സമരം ആകുമോ? അല്ല, അവര് നോട്ടിൽ നിന്ന് കാറിൽ കൊടി കാണിക്കുന്ന മാത്രമാണെങ്കിൽ അത് ആവത്തില്ല. പക്ഷെ ആ കൂട്ടത്തിൽ അവര് അത് കൂടുതൽ എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്ന് പോലീസുകാർക്ക് അറിയത്തില്ലല്ലോ. അതാണ് അതിന്റെ ഒരു ടെൻഷൻ പോലീസിന്. തീർച്ചയായും പോലീസ് ഇത്രയും ആകുലപ്പെടുന്ന ആൾക്കാരാണോ? അതായത് മന്ത്രിയുടെ വാഹനം സെക്യൂരിറ്റി ഫോഴ്സ് പിന്നല്ലാതെ ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള പ്രയോഗം ഇടയ്ക്കുണ്ടായിരുന്നു. അതായത് സമരം ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ രക്ഷാപ്രവർത്തനം ആണെങ്കിൽ ഈ പറയുന്ന പോലെ കരിങ്കൊടി കാണിച്ച ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുന്നത് സ്വാഭാവികമായിട്ട് ഞങ്ങൾ എല്ലാവരും പറയുന്നു അത് സമരം ചെയ്യേണ്ട ആൾക്കാരുടെ തന്നെ ഇതാണ്. നമ്മൾ അതൊരു നയം തന്നെയാണ്, ഒരു സമരമുറ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ നടന്നു പോകുന്ന ഒരു മന്ത്രിയെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കരിങ്കൊടി കാണിച്ചതൊന്നും ഞങ്ങൾ DYFIക്കാരോ അല്ലെങ്കിൽ SFIക്കാരോ ഒന്നും അല്ല. ഒരു സ്ത്രീയാണെന്ന് പോലും ഉള്ളൊരു പരിഗണന കൊടുക്കാതെ കരിങ്കൊടി കാണിക്കാൻ പോയിട്ട്. സമത്വം ആഗ്രഹിക്കുന്ന കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. പുരുഷ വ്യത്യാസമില്ല. ഓക്കെ, തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെ പറയൂ. മാത്രമല്ല അത് മന്ത്രിയുടെ നേരെ ആ ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ മന്ത്രിയുടെ ദേഹത്ത് എത്തുന്ന ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് മാധ്യമപ്രവർത്തകരായെങ്കിലും അവിടെ ഉണ്ടായിരുന്നോ? എന്താ പറയുന്നത്? എത്രയോ ക്യാമറകൾ. മന്ത്രിയുടെ വാക്കുകൾ തന്നെ ഇതായിരുന്നു. ഇത്രയേറെ മാധ്യമപ്രവർത്തകർ ഉള്ളത് കൊണ്ടാണ് ഈ ഷോ ഓഫ് എന്നായിരുന്നു മന്ത്രിയുടെ ബൈറ്റ് അവിടെ. ആയിക്കോട്ടെ, പക്ഷെ ഇവര് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന ഒരു സമയത്തായിരുന്നല്ലോ കരിങ്കൊടി പ്രതിഷേധിച്ചത്. ഈ ആക്രമിക്കാൻ വന്നവര്
അവര് വീഡിയോ എടുത്ത് മാധ്യമങ്ങളിലേക്ക് അയച്ചു തരും എന്നാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അല്ലല്ല, നമ്മുടെ വിഷയമുണ്ട്, ഞങ്ങളുടെ സ്വന്തം വിഷയമുണ്ടല്ലോ. അതിൽ ഒന്നിലും തന്നെ മന്ത്രിയുടെ അടുത്തേക്ക് അവർ എത്തുന്നതായി കണ്ടിട്ടില്ല, ഇതുവരെയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ആ കേസ് ഇല്ലാതായി പോകുന്നു? ഏത് കേസില്ല? മന്ത്രിക്കെതിരെ ആക്രമിച്ചു എന്നുള്ള കേസ് എങ്ങനെയാണ്? മന്ത്രിക്കെതിരായിട്ടുള്ള കേസ് എന്തായി? മന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസ് അത് മൂവിംഗ് ആണല്ലോ. ഇലക്ഷന്റെ ഒരു ഇതിനകത്ത് അതിന്റെ പുറകെ പോയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇലക്ഷന്റെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് ഉറപ്പായിട്ടും തെറ്റ് ചെയ്തവർക്ക് അതിന് ഉറപ്പായിട്ടും തന്നെ ശിക്ഷ കിട്ടും. കാരണം ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റി ഫോഴ്സിനെ കൊണ്ടുപോകുന്നത്. ഇല്ലാത്ത പക്ഷം തന്നെ നടന്നു പോയാൽ മതി. ഇപ്പൊ ഇവര് പറയുമായിരിക്കും ഈ പറയുന്ന പോലെ ചാണ്ടി ഉമ്മനോ അല്ലെങ്കിൽ ഇവരുടെ MLA-മാരും സെക്യൂരിറ്റി ഫോഴ്സ് ഒന്നും ഉപയോഗിക്കാതെ വളരെ ഇതായിട്ട് പോകുന്നത്. പക്ഷെ മന്ത്രിയുടെ ഇന്നലെ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ പുറകെ എന്തിനാണ് ആൾക്കാർ മൊത്തം പോയത്? അത് സെക്യൂരിറ്റി ഫോഴ്സ്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ പെൺപുലി എന്നെ കടിക്കും. ഇവിടുത്തെ പെൺപുലിയാണോ ഇത് ക്യാമ്പസിലെ? ആണോ? ജില്ലാ വൈസ് പ്രസിഡന്റാണ്. യൂണിവേഴ്സിറ്റിയുടെ വൈസ്. വെരി ഗുഡ്. ഓക്കെ, എന്തോ പറയാ എന്നോട് വിളിച്ചിട്ട് ഇങ്ങ് വന്നിട്ട് എന്താ പറയണ്ടെന്നോ? അല്ല, ഞാൻ പെൺപുലിയാണോ എന്ന് ചോദിച്ചതായിരുന്നു. തീർച്ചയായും ഒരു ഏറ്റവും മുതിർന്ന ഞങ്ങളുടെ ഇവിടുത്തെ ഈ ക്യാമ്പസിലെ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് അപർണ ചേച്ചി. ചേച്ചിക്ക് ചേച്ചിയുടെ വ്യക്തമായ നിലപാടുകളും ചേച്ചിയുടെ രാഷ്ട്രീയം ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പെൺപുലി എന്നല്ല, പെൺസിംഹം എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഇവരുടെ പലതരത്തിലുള്ള ചർച്ചകൾ, വർത്തമാനങ്ങൾ നടക്കുന്നു. ഇനി നമ്മൾ ക്യാമ്പസുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ക്യാമ്പസുകളിലേക്കുള്ള അടിസ്ഥാനപരമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്രമാത്രം സഹായങ്ങളൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ നിലവാരം എന്തോരം ഉയരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് മറ്റൊരു പ്രസക്തമായിട്ടുള്ള കാര്യം. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ്? ക്യാമ്പസിൽ വേണ്ടതുപോലെ സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതൊരു മാനേജ്മെന്റ് കോളേജാണ്, അതിന്റെ അപ്പുറത്തേക്ക് മറ്റുള്ള കോളേജുകളിലൊക്കെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? വിദ്യാഭ്യാസ രംഗം എങ്ങനെയുണ്ട്? വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്നാലും കുറവാണ്. ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. ഇനി മാറ്റങ്ങൾ വരാനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ എന്തോ പറയാൻ ഇവിടെ ബാക്കിൽ നിൽക്കുന്ന ഒരു മിനിറ്റ്, പരീക്ഷയുടെ ടെൻഷനിലായതുകൊണ്ടാണെന്നു മേക്കപ്പ് കുറച്ച് കിട്ടിയിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഒരു പൊളിറ്റിക്കൽ വൈബ്? ഒരു മിനിറ്റ്, ആ ക്യാമറ ഒന്ന് കണ്ടോട്ടെ ചേച്ചിനെ. എങ്ങനെയുണ്ട് പൊളിറ്റിക്കൽ വൈബ്? എങ്ങനെയുണ്ട്? ആണ്. ഇലക്ഷൻ ഒക്കെ എത്ര വോട്ട് ചെയ്തു? ഇത്തവണ വോട്ട് ചെയ്തു? ഇത്തവണ ലിസ്റ്റ് ഉണ്ട്? ഏതാ മണ്ഡലം? ചങ്ങനാശ്ശേരി. ഓക്കെ, അപ്പോ ചങ്ങനാശ്ശേരിയിൽ നാളുകളായിട്ട് ഒരു സ്ഥിര MLA ഉണ്ടായിരുന്നല്ലോ. എത്ര ആളുണ്ടായിരുന്നു? കുഴപ്പമില്ല, ശരി, ഇത് നമുക്ക് നാളെ നോക്കാം. അപ്പൊ ഇത്തവണ എങ്ങനെയാണ് ചങ്ങനാശ്ശേരിയിലെ മത്സരം? എങ്ങനെയുണ്ട്? ടൈറ്റ് ആണോ? ചങ്ങനാശ്ശേരി വല്ലാത്ത രീതിയിൽ ഈ ഒരു ഇപ്പോൾ NSS, പിന്നെ ക്രിസ്ത്യൻ സമുദായങ്ങളുടെ വലിയ സ്വാധീനം കോളേജുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചകൾ നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ ഈ ചർച്ചകളൊക്കെ വോട്ട് കാലത്ത് സജീവമാണോ? സജീവമാണ്. അവിടെ പിള്ളേരുടെ പൊളിറ്റിക്സ് ആണെങ്കിലും SFI കേസ് അതൊക്കെ സജീവമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ്. നന്നായി തന്നെ പോകുന്നുണ്ട്. തൊട്ടു മുമ്പ് എന്നോട് പറഞ്ഞു, എന്നോട് ചോദ്യം ചോദിക്കരുത്, എനിക്ക് പരീക്ഷയാണെന്ന്. ഇന്നത്തെ പരീക്ഷ ഏതായിരുന്നു? കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ഇറങ്ങി വന്നോ? ഇതാണ് ആത്മാർത്ഥ. പരീക്ഷാ ക്ലാസ്സിൽ നിന്ന് പരീക്ഷയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ന്യൂസ് 18 വേണ്ടി ഇവിടെ ചർച്ച നടത്തുന്നത്. ഏതാ വർഷം? ഫൈനൽ ഇയർ ആണ്. മോഡൽ എക്സാം. അങ്ങനെ പറയോ? ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു. സാറേ, ഇന്നത്തെ എക്സാം വേണ്ടെന്ന് പറയാം. എങ്ങനെ ചോദിക്കല്ലേ? നിങ്ങളൊരു ക്യാമ്പസിലുള്ളവരാണോ? അല്ലേ? ഓക്കെ, പേരെന്താ? വൈക. എവിടുന്നാ വരുന്നത്? വൈക്കം ഫ്രം വൈക്കം. വൈക്കത്ത് ഇത്തവണ മറ്റേ നിങ്ങളുടെ പഴയ MLA-ക്ക് സീറ്റ് ഇല്ലല്ലോ അല്ലേ? ആശയ്ക്ക്. അപ്പൊ എങ്ങനെയുണ്ട് അവിടെ മത്സരം? എങ്ങനെയുണ്ട്? ഈ ഇടതുപക്ഷത്തില് CPI ആണ് ഇപ്പൊ വർഷങ്ങളായിട്ട് അവിടെ മത്സരിക്കുന്നത് അല്ലേ? അപ്പോ ഈ CPM ആണോ CPI ആണോ അവിടെ കൂടുതലുള്ളത് ഈ LDF-ൽ തന്നെ? CPM പ്രവർത്തനം കൊണ്ടാണ് CPI കൂടുതൽ ഒറ്റക്കെട്ടാണോ? അവിടെ വേർതിരിവായിട്ട് ഞാൻ ഇതുവരെ കാണുന്നില്ല. എല്ലാ പ്രോഗ്രാം കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോ പിന്നെ അയ്യോ, നമ്മുടെ അപർണ പോയോ? പെൺപുലി പോയാ? മുങ്ങി. ശരി, എങ്ങനെയാ ഡീലുണ്ടോടാ? ഡീല് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഡീൽ ഉണ്ടാവും എന്തായാലും തന്നെ. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഇവിടെ
പാലക്കാട് തന്നെയാണ്. പാലക്കാട്, ഓക്കെ. അവിടെ നല്ലൊരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ, ശക്തമെന്ന് ഇവര് പറയുന്നു, എന്നാലും അങ്ങനെ ഒരാളെ എതിര് നിർത്താതെ BJPക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് അവിടെ വോട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവർ ഇത് നിർത്തിയത് തന്നെ ഇതിനൊരു ഘടകം തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം BJP ആയിട്ടാണെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്നുള്ള എനിക്കൊന്ന് PMCയുടെ വിഷയം തന്നെ വന്നപ്പോൾ തന്നെ മന്ത്രിസഭ അറിയാതെയാണെന്ന് തോന്നുന്നു പോയിട്ട് മുഖ്യമന്ത്രിയും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും കൂടെ പോയിട്ട് ഒപ്പിട്ട് പോകുന്ന കാര്യം. അതിന് എതിർത്ത് CPIയുടെ നേതാവായ ബിനോയ് വിശ്വമാണ്. അതിന് തീർത്തും അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പറയുന്നത് ഉറപ്പായിട്ടും. എന്താണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഉറപ്പായിട്ടും ഡീലുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞാൽ നിലപാടില്ലാത്ത ഒരു പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുന്നത്. കാരണം അഭിമന്യുവിനെ കൊന്ന ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രധാന പാർട്ടിയായ SDPI ആയിട്ടുള്ള സഖ്യം ചേരല് അതെങ്ങനെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചിട്ട് തന്നെ ഭയങ്കര വിഷമമുണ്ട്. എങ്ങനെ ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നു? അതായത് V ശിവൻകുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരുമായിട്ടും സഖ്യം ചേരും എന്നൊരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്, സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പൊ SDPI ആയിട്ടുള്ള ഒരു ഒത്തുചേരലുണ്ട് ഇവരുടെ. അപ്പത്തേനും അത് അഭിമന്യുവിന് എന്ത് വില കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഇവര് ഇനിയെങ്കിലും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ചോദിക്കാം, ഇവിടെ എന്താണ് ഒരു ഇലക്ഷൻ വൈബ് എങ്ങനെയുണ്ട് പോകുന്നത്? കുഴപ്പമില്ല. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാകുമോ അതോ തുടരുമോ? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവും. തുടരണ്ട. അതെന്താ തുടരണ്ടാത്ത? കാരണം കേരളത്തിൽ പൊതുവായിട്ട് ഒരു ട്രെൻഡ് എന്താണെന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. കാരണം എനിക്ക് തോന്നുന്നു പക്ഷെ തദ്ദേശത്തിലെ ട്രെൻഡും ഈ നിയമസഭയിലെ ട്രെൻഡും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡും എല്ലാം മൂന്ന് രീതിയിലല്ലേ? ശരിയാണ്. അത് ഈ വ്യക്തിപരമായ വോട്ടുകൾ വരുന്ന വാർഡുകളിലാണ്. ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ട്രെൻഡുകൾ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. മാറ്റത്തിന്റെ സൂചകമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കാണണം. അതുപോലത്തെ ഒരു ഈസി വാക്ക് അല്ലെങ്കിൽ സ്വീപ്പ് ഉണ്ടാവുമോ? ഉറപ്പായിട്ടും. നമുക്ക് മെയ് 9 ശരി, എത്ര സീറ്റ് UDF? ഒരു 85-100 അടങ്ങിയ സീറ്റ് ഉറപ്പായിട്ട് UDF നേടി പുതിയ സർക്കാർ അധികാരത്തിൽ വരും. 85-100. ഇവിടെ എന്താണ് പറയുന്നത്? എത്ര സീറ്റ് LDF? 110. കഴിഞ്ഞ തവണത്തെക്കാളും. അതെ, കഴിഞ്ഞതിന്റെ മുന്നത്തെ തവണ 91 ആണെങ്കിൽ അടുത്ത രണ്ടാം പിണറായി സർക്കാർ 99 എത്തിച്ചെങ്കിൽ അത് 110 വരും. അതാണ് ഞങ്ങളുടെ നിലപാട്. അത്രമാത്രം കോൺഫിഡന്റ് ആണ്. അതിനു മാത്രം വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവരൊക്കെ പറയുന്ന ഈ ഡീല് നോ ഡീൽ ഇതിലൊക്കെ എന്താ? ഡീലിന്റെ കാര്യത്തില് ഇവരുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവിടെ RSSന്റെ പരിപാടി പോയി കുഞ്ഞി നിന്നിട്ട് അത്ര വേറെ ആരും ചെയ്തിട്ടില്ല. അവിടെ വിളക്ക് അതാണ് ഈ ഉദ്ദേശം. അപ്പം എന്താണ് ഉദ്ദേശിച്ചത്? കോട്ടാണ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു. അതായത് ഗോഡ്വാക്കർ എന്ന് പറയുന്നത് RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. ആദ്യകാല RSSന്റെ സർസംഘ് ജാലകമായിരുന്നു. കേരളത്തിൽ ഇന്ത്യയിൽ ഉടനീളം നടന്നിട്ടുള്ള വലിയ വർഗീയ കലാപങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാളുടെ മുന്നിൽ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയിൽ പോയി പങ്കെടുത്ത് കുനിഞ്ഞു നിന്ന് വിളക്ക് കത്തിച്ച ആളാണ് VD സതീശൻ എന്ന ഇന്നത്തെ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. പേരെന്താ? അനന്തു. എങ്ങനെയുണ്ട്? ഇവിടെ ഏത് മണ്ഡലമാണ്? എന്റെ ഉടുമ്പൻചോല. ഓക്കെ. ഉടുമ്പൻചോലയിൽ എങ്ങനെയുണ്ട്? മത്സരം ടൈറ്റ് ആണോ? ഉടുമ്പൻചോല മത്സരം ടൈറ്റ് അല്ല, ലൂസാ. KK ജയചന്ദ്രൻ ജയിക്കും. 38,000 വോട്ടിനാണ്. ഈ അവിടെ ഉടുമ്പൻചോലയിലെ പ്രധാന ചർച്ചാ വിഷയം എന്താണ്? മലയോര മേഖലകളിലൊക്കെ ആകുമ്പോൾ കൃഷിയാണോ, കർഷകരുടെ പ്രശ്നങ്ങളാണോ, എന്താണ്? കർഷകരുടെ പ്രശ്നത്തെക്കാളും കൂടുതൽ ഇപ്പോ ചർച്ച ചെയ്യുന്ന റോഡ് വികസനം ഇടുക്കിയിലേക്ക് കയറിയിട്ടില്ലേ? ഏറ്റവും അല്ല, മറ്റേ കോൺഗ്രസ്സുകാർ പറയുന്നത് കൂടുതൽ അവിടെ വികസനം കുറവാന്നാണ്. ഞങ്ങൾക്ക് അവിടെ റോഡൊക്കെ സൂപ്പറായി, കുഴപ്പമില്ലാത്ത നല്ല റോഡും കാര്യങ്ങളൊക്കെ ഇപ്പൊ അവിടെ ഉണ്ട്. അവിടെ മുകളിൽ നിന്ന് ന്യൂട്രൽ ഇട്ടാൽ താഴെ എത്തിക്കോളും അല്ലേ? അതാണ് നല്ല. അക്കാര്യത്തിൽ എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എതിരഭിപ്രായം ഉണ്ടോന്നുള്ളത്. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്ന കേരളത്തിലെ റോഡുകളാണോ ഇപ്പോൾ കേരളത്തിലുള്ളത്? റോഡുകൾ മാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ക്രമാതീത മാറ്റമാണ്. അത് LDF സർക്കാർ വന്നുകൊണ്ടുള്ള മാറ്റമൊന്നുമല്ല. അത് ക്രമാതീതമായിട്ട് ഓരോ ഭരണം മാറി വരുമ്പോൾ അത് അവിടെ കടമയാണ് റോഡ് നന്നാക്കാന്നുള്ളത്. അവിടെ എന്താ അഭിപ്രായം? മാറ്റങ്ങളുണ്ട്, പക്ഷേ ഒരു 10 വർഷം കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല സത്യത്തിൽ. ഇപ്പം LDF ഗവൺമെന്റ് സ്വന്തമായി തുടങ്ങിയ പദ്ധതി ഇപ്പം അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും വിഴിഞ്ഞം മറ്റേ ടെർമിനൽ ആണെങ്കിലും ഇതെല്ലാം വേണമെങ്കിൽ UDF ഗവൺമെന്റ് തുടങ്ങി വെച്ച പദ്ധതികൾ തീർത്തു എന്നേ ഉള്ളൂ. അല്ലാതെ സ്വന്തമായി ഇപ്പം കേരളയില് അങ്ങനെ വിവിധ പദ്ധതികൾ അവർ ദേശീയപാത വികസനത്തില് അതൊരു ഏറെക്കുറെ അസാധ്യമായ പ്രൊജക്ട് എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷെ അത് സാധ്യമാക്കിയത് വലിയ നേട്ടമല്ലേ? ദേശീയപാതയെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെയാണെങ്കിൽ ഒരു വേറെ വിഷയം സംസാരിക്കും. ദേശീയപാതയുടെ ആണെങ്കിൽ ദേശീയപാതയുടെ ഇത് തുടക്കത്തിൽ തന്നെ എല്ലാവരും റീലൊക്കെ ഇടുന്ന പരിപാടിയുണ്ട്.
പൊളിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും ഇവരുടെ മന്ത്രിനെ കണ്ടില്ല. പൊളിഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞാണെങ്കിൽ അത് ദേശീയ അവരുടെ നാഷണൽ ഹൈവേ അതോറിറ്റി ആണ്. അതിന് മുന്നേ ആണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടുത്തെ മന്ത്രിമാര്, ദേശീയ മന്ത്രിമാര് എല്ലാരും ഉണ്ടായിരുന്നു. പൊളിഞ്ഞു കഴിഞ്ഞാൽ ആരെയും കണ്ടിട്ടില്ല. ഈ പൊളിഞ്ഞത് ആരുടെ കുഴപ്പമാണ് സഖാവേ? അതായത് ദേശീയപാതയുടെ അതായത് അത് പണിയും കാര്യങ്ങളെല്ലാം കേന്ദ്രമാണ് നയിക്കുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഈ പരിപാടി, ഈ ദേശീയപാത കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത്. പറഞ്ഞ പോലെ കല്ലിട്ടു, പക്ഷെ നടന്നില്ല, അസാധ്യമാണെന്ന് അവർ പറഞ്ഞു. പിണറായി സർക്കാർ വന്നപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ വിഷയമായിരുന്നു. പിണറായി സർക്കാർ വന്നപ്പോൾ ഏറ്റെടുത്തു പോയൊരു കാര്യം, അതായത് അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഇപ്പൊ ഒരു 5 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ 5 സെന്റ് സ്ഥലത്തിന് മാർക്കറ്റ് വാല്യൂവിനേക്കാൾ 2.5 ഇരട്ടി കൂടുതൽ കേരള സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ഈ വികസനം സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു 20 വർഷം മുമ്പ് പണിത ഒരു വീട്, അത് ഓടിട്ട വീടാണെങ്കിലും വാർക്കയിട്ട വീടാണെങ്കിലും 20 വർഷം മുമ്പ് പണിത വീട് ഇന്നത്തെ ഒരു വാർക്ക വീട് പണിയുന്നതിന്റെ വില നൽകാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കണ്ണൂരാണെന്ന് തോന്നുന്നു വയൽക്കിളി സമരം നടക്കുന്നത്. ആ സമരത്തിനെത്തിയ ആളുകളെ മുഖ്യമന്ത്രി നേരിട്ട് പോയി കണ്ട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലത്തിനുള്ള വില കിട്ടത്തില്ലെന്നാ. സർക്കാർ ഏറ്റെടുത്തു. സർക്കാർ പറഞ്ഞു കേന്ദ്രം തരുന്നതിനേക്കാൾ 2.5 ഇരട്ടി വില നിങ്ങളുടെ സ്ഥലത്തിന് തരാം, നിങ്ങളുടെ ഇപ്പോഴത്തെ വീടിനേക്കാൾ കൂടുതൽ പൈസ നിങ്ങൾക്ക് തരാം. സമരത്തിനെത്തിയ മുഴുവൻ ആളുകളും അവിടുന്ന് പോയി. BJPയും UDFും മാത്രമാണ് ആ വയലിൽ ഉണ്ടായിരുന്നത്. അതാണ് സത്യം. അപ്പോ അങ്ങനെ ഈ ദേശീയപാതയെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഒരു കേരള സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാരാണ്. സ്ഥലം ഏറ്റെടുക്കാൻ വലിയ പ്രക്രിയ. എങ്ങനെയുണ്ട് കേരളത്തിലെ വികസനം? എങ്ങനെയുണ്ട് വികസനം? 10 വർഷത്തിൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ലൈഫ് മിഷൻ മുഖേനയാണേലും 5 ലക്ഷത്തോളം വീട് വെച്ചു കൊടുത്തു. അതുപോലെ 400 കടന്ന പെൻഷൻ ഇപ്പം 2000 രൂപയായിട്ട് മുടക്കമില്ലാതെ മുമ്പോട്ട് പോകുന്നു. ഇപ്പൊ KE കോളേജിലെ ഈ ചർച്ച ഇങ്ങനെ തുടരുമ്പോൾ നമ്മോടൊപ്പം പ്രിയപ്പെട്ട അച്ഛനുണ്ട്. അച്ഛൻ വൈസ് പ്രിൻസിപ്പൽ അല്ലേ? അല്ല, ഞാൻ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അച്ഛന്റെ പേര്? എന്റെ പേര് ബിജു. ഓക്കെ ഓക്കെ. അച്ഛൻ എങ്ങനെയുണ്ട്? ഞാൻ ഈ പൊളിറ്റിക്സിന്റെ വൈബ് തേടി വന്ന ജെൻസി പിള്ളേരുടെ വൈബ് എങ്ങനെയുണ്ട്? ഈ പിള്ളേരുടെ ഒരു വൈബ് എങ്ങനെയുണ്ട് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള? ഇവിടെ ഭയങ്കര ആക്റ്റീവാണ് പിള്ളേർ, ഭയങ്കര എല്ലാത്തിനും അവസാനം യുദ്ധമാണ്. ആണോ? അവസാനം വെള്ളക്കൊടി ഉണ്ടാവോ? അച്ഛനാണോ വെള്ളക്കൊടി വീശാൻ വരുന്നത്? ലാസ്റ്റ് സമാധാനം ഞാൻ വെള്ളക്കൊടി ചുമല എല്ലാം വരുമ്പോൾ ഞാൻ അവസാനം ഫൈറ്റ് വരുമ്പോൾ ഞാൻ വെള്ളക്കൊടിയായിട്ട് നിൽക്കും, ആശ്വാസം കൊടുക്കും, അവസാനം പുറത്താക്കും. അത് വളരെ സമാധാനപരമായ പ്രക്രിയയാണ്. പിന്നെ സമാധാനത്തിന് അവസാനിപ്പിച്ച് ലാസ്റ്റ് ഹൈ പറഞ്ഞു വിടുന്ന പരിപാടിയുടെ. പക്ഷെ രസമാണ്, ത്രില്ലാണ്. ഇത് ഓരോ വർഷം കൂടുതൽ എനിക്ക് ഒരു ത്രില്ലർ എന്നൊക്കെ പറയുമല്ലേ, ത്രില്ല്. വർഷം കൂടുതൽ എനിക്ക് എനർജി കൂടി വരിക. കാരണം ഞാൻ കുറെ വർഷങ്ങളായിട്ട് പണ്ടൊക്കെ ഓഡിറ്റോറിയത്തിൽ ചടി നടക്കുമ്പോൾ ഞാൻ നടുക്ക് നിൽക്കുമായിരുന്നു. അതിനുശേഷം പുറത്തിറങ്ങി ഇപ്പൊ ഞാൻ പുറത്ത് നടുക്ക് നിൽക്കുക. ഞാനും പക്ഷെ സാറോട് ഞാൻ ഇത് വരുമ്പോൾ നല്ലൊരു ത്രില്ലാണ്. ഇതാണ് ഈ കോളേജിന്റെ ഞങ്ങളെപ്പോലുള്ള യുവത്വം നിലനിർത്തുന്ന കാര്യം ഈ കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അച്ഛന്റെ ഭാവം ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. ഇപ്പൊ എന്താണെങ്കിലും നമ്മളെ ഈ ചർച്ച ഇങ്ങനെ പോകുമ്പോൾ ഒരു തരത്തിലും ആ ചർച്ച പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ ക്യാമ്പസിൽ പഠിക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഡിഗ്രി കോഴ്സുകൾ ഈ 4 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആക്കി മാറ്റുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നിങ്ങളൊക്കെ അതിൽ പെടുന്നവരല്ലോ? അല്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണുള്ളത്? 4 ഇയർ പ്രോഗ്രാം എന്നുള്ളത് കൂടുതൽ വാല്യൂ ഉള്ള ഇതാണ്. 4 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് അതിൻ്റെതായ വാല്യൂ കിട്ടുന്നത്. ഈ 3 ഇയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് 4 ഇയർ ഡിഗ്രി. പക്ഷെ അതും ഈ പറയുന്ന പോലെ ഈ കൂടുതൽ കുട്ടികൾ പുറത്തേക്ക് പോകാനുള്ള കാരണമാകുന്നു എന്നൊക്കെയാണല്ലോ അധ്യാപകരൊക്കെ പറയുന്നത്. അതെ, കാരണമാകും. പക്ഷേ ഇന്നത്തെ യൂത്തിലേക്ക് ഇത് എത്തിച്ചു കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം 4 ഇയർ ഡിഗ്രി ചെയ്യും, അതിനോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ PG ചെയ്യണമെങ്കിൽ 1 വർഷം ചെയ്താൽ മതി. അപ്പം ബുദ്ധിമുട്ട് കാണും. നല്ലതാണ്, ചീത്തയാണ്? നല്ലതാണ്. 4 ഇയർ ഡിഗ്രി നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പലോട് ചോദിക്കട്ടെ, പ്രിൻസിപ്പൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? എളുപ്പമാണോ? എളുപ്പമല്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മൈഗ്രേഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പും നമ്മൾ എറണാകുളത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്ന ഒരു കാലത്ത്, പിന്നെ ബോംബെ, ഡൽഹി, ഇതെല്ലാം സംഭവിച്ചാണ്. ഒന്നുമില്ല, ഇതൊരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി ആൾക്കാർ പോകുക എന്നുള്ളത് നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ സാധിക്കും. അപ്പം അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വപ്നം കാണേണ്ടത്, ഒരു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലുള്ള ഒരു കേരളം. അപ്പം ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ FIUGP ഇതെല്ലാം നമ്മൾ നടപ്പിലാക്കിയതും എല്ലാം. കാരണം വെച്ചാൽ നമ്മളെ സ്കിൽഡ് ആയിട്ടുള്ള കുട്ടികൾ വരട്ടെ, അതിനനുസരിച്ച് അവർ പഠനത്തിന് ശേഷം നേരെ തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങട്ടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഉദ്ദേശം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ വരുന്നു, കൂടുതൽ ഈ ഓൺട്രപ്രണർഷിപ്പിനുള്ള ഒരു അറിവ് കുട്ടികൾക്ക് കിട്ടുന്നു, അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് എളുപ്പമല്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ